ഇന്നറിയാൻ കറണ്ട് അഫയേഴ്സ് 10/5/2024, 11/5/2024. വെസ്റ്റ് നൈൽ പനി ബാധിച്ചുള്ള കേരളത്തിലെ ആദ്യ മരണം സ്ഥിരീകരിക്കപ്പെട്ടത് ഏത് ജില്ലയിലാണ്? തൃശൂർ. ഇരുപത്തിയഞ്ചാമത് പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് റഫീഖ് അഹമ്മദ്. ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ശ്രീലങ്കൻ തുറമുഖം കാങ്കസന്തുറൈ തുറമുഖം. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈബ്രിഡ് ക്രിക്കറ്റ് പിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ധരംശാല, ഹിമാചൽ പ്രദേശ്. മെയ്യിൽ അന്തരിച്ച പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ സംഗീത് ശിവൻ. ഏവിയേഷൻ മേഖലയിലെ പരിസ്ഥിതി സംരക്ഷണ മികവിനുള്ള അപെക്സ് ഫൗണ്ടേഷൻ ദേശീയ പുരസ്കാരം ലഭിച്ചത് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം. പ്രാഥമിക സഹകരണ ബാങ്കുകളുടെ സാമ്പത്തിക അച്ചടക്കവും പ്രവർത്തനവും വിലയിരുത്തി റേറ്റിംഗ് നിശ്ചയിക്കാൻ ഒരുങ്ങുന്ന ബാങ്ക് കേരള ബാങ്ക്. പൊതുവിതരണ സംവിധാനത്തിൽ സാങ്കേതിക വിദ്യയിലൂടെ ആധുനികവൽക്കരണത്തിനും പരിഷ്കരണത്തിനും ഉള്ള കേന്ദ്ര പദ്ധതി സ്മാർട്ട് PDS. സ്കൂൾ ബാഗുകൾക്ക് വിദ്യാർത്ഥിയുടെ ഭാരത്തിൻ്റെ 10% അധികം പാടില്ല എന്ന നിയന്ത്രണം ഏർപ്പെടുത്തിയ സംസ്ഥാനം മധ്യപ്രദേശ്. അടുത്തിടെ മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ജർമ്മനി. നവീകരണം പൂർത്തിയാക്കി ഉദ്ഘാടനത്തിന് ഒരുങ്ങുന്ന കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ശീതീകരിച്ച ഹൈടെക് ആകാശപാത സ്ഥിതി ചെയ്യുന്നത് തൃശൂർ. അടുത്തിടെ യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗ് സസ്പെൻഡ് ചെയ്ത ഗുസ്തി താരം ബജ്രംഗ് പുനിയ. 2024 വരെയുള്ള കണക്കുകൾ പ്രകാരം ഭീകരതയ്ക്കെതിരെയുള്ള UN ട്രസ്റ്റ് ഫണ്ടിലേക്ക് ഏറ്റവും കൂടുതൽ തുക നൽകിയ രാജ്യം ഖത്തർ. ഇന്ത്യൻ കരസേനയും വ്യോമസേനയും ചേർന്നുള്ള ഗഗൻ സ്ട്രൈക്ക് 2 സംയുക്ത അഭ്യാസത്തിന്റെ വേദി പഞ്ചാബ്. $10,000 കോടി പ്രവാസി പണം എത്തുന്ന ആദ്യ രാജ്യം ഇന്ത്യ. 2024 മെയ്യിൽ സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ചത് ആർക്കാണ്? റസ്കിൻ ബോണ്ട്. ഇന്ത്യയിൽ ദേശീയ സാങ്കേതിക ദിനമായി ആഘോഷിക്കുന്നത് മെയ് 11. 2024 ICC പുരുഷന്മാരുടെ T20 ലോകകപ്പ് കാലയളവിലെ ശ്രീലങ്കൻ പുരുഷ ടീമിന്റെ ഔദ്യോഗിക സ്പോൺസർ ഇന്ത്യയിൽ നിന്ന് ആരാണ്? അമുൽ ഇന്ത്യ. 2024 ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഏത് ടീമിനെതിരായ T20 മത്സരങ്ങളിലാണ് ഒരു മത്സരം പോലും തോൽക്കാതെ ഇന്ത്യൻ വനിതാ ടീം പരമ്പര നേടിയത്? ബംഗ്ലാദേശ്.
Thanks for watching. Please like and subscribe.